തദ്ദേശ തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചകമാകുമോ, സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്നുള്ളതാണ് ചോദ്യം. ആന്റോ ഗസ്റ്റ്. സർക്കാരിൻ്റെ വിലയിരുത്തലായാൽ അത് LDF സർക്കാരിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു 2-3 പദ്ധതികൾ ഞാൻ പറയാം. ഒന്ന്, ഈ വന്യജീവി നിയമ ഭേദഗതി ബില്ലുണ്ടല്ലോ. പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകദേശം 400ഓളം പഞ്ചായത്തുകളെ അല്ലെങ്കിൽ പിന്നെ മലയോര മേഖലയെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വന്യജീവി പ്രശ്നം. അത് നിയമ ഭേദഗതി കൊണ്ടുവന്നത് LDF സർക്കാരാണ്. അത് ആ ഏരിയയിൽ ആ കാലത്ത്, കാരണം എനിക്ക് തോന്നുന്നു 3 മാസം മുന്നേ ചർച്ച ചെയ്യുന്ന സമയത്ത് അയ്യോ നീ പഞ്ചായത്ത് ഇലക്ഷന് മുൻപ് കൊണ്ടുവന്നതാണ് അതൊന്നും ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല. അതെന്താ പോലും ഇപ്പോൾ ചർച്ച ചെയ്യാത്തത്? കാരണം ആ ദിവസം, അത് വന്ന ദിവസം അതിനൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ഏക മാർഗ്ഗം എന്ന് പറയുന്നത് അത് പഞ്ചായത്ത് ഇലക്ഷനെ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ്റെ മുൻപായിട്ട് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ. അപ്പോൾ അതൊരു ഭേദഗതി തന്നെയാണ്. ആ ഭേദഗതി അതിനെ അംഗീകരിക്കാത്ത ഒരു പ്രശ്നം എന്നുള്ളത് അതിനെ കണ്ടാൽ മതി. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വീട്ടമ്മമാരുടെ പെൻഷൻ സ്കീം. ഈ വീട്ടമ്മമാരുടെ 30 തുടങ്ങി 65 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ സ്കീമും ഡയറക്റ്റായിട്ട് സാധാരണ ജനങ്ങളിലേക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ഈ നമ്മുടെ സാധാരണ പെൻഷൻ. ഈ പെൻഷൻ 1600 എന്നുള്ളത് 2000 ആക്കിയത്. ഈ 3 കാര്യങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിയെടുത്തിക്കും. ഈ 3 പ്രശ്നങ്ങൾ മാത്രം എടുത്താൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കിഫ്ബിനെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞായിരുന്നല്ലോ. ഈ കിഫ്ബിനെ കുറ്റം പറഞ്ഞതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് ഇപ്പോഴാണ്. കാരണം അടിസ്ഥാന വികസനം 1 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന വികസനം നടത്തിയത് കേരളത്തിലാണ്. കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും 1 ലക്ഷം കോടി രൂപയ്ക്ക് അധികം അടിസ്ഥാന വികസനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവില്ല. സ്കൂളുകൾ, കോളേജുകൾ, പാലങ്ങൾ, റോഡുകൾ, മലയോര ഹൈവേ, അങ്ങനെയുള്ള ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിച്ചെത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് മുഴുവൻ എത്തിപ്പെടുന്ന സംവിധാനം ഉണ്ടായത് മുഴുവൻ അങ്ങനെയാണ്. ഈ പറയുന്ന കിഫ്ബി ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി തന്നെയാണ്. അപ്പോൾ അതുപോലത്തെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ നോക്കിയാൽ ഇപ്പം നമ്മൾ പഴയ പോലെയാണ്. ഒരു 10 വർഷം മുന്നേ കേരളത്തിൻ്റെ മലയോര മേഖലയിൽ കൂടെ പോകുന്ന ഒരവസ്ഥയാണോ ഇന്ന് കേരളത്തിൻ്റെ മലയോര മേഖലയിൽ കൂടെ പോകുന്നതെന്ന് ചിന്തിച്ചാൽ മതി. എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളോടും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇവിടുന്ന് ഇടുക്കിയിലേക്ക് പോകുന്ന സംവിധാനങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. പല പഞ്ചായത്തുകളും കോർപ്പറേഷനും ബിൽഡിങ്ങുകൾ പോയി നോക്കിക്കോളൂ. പല പഞ്ചായത്ത് കോർപ്പറേഷൻ ബിൽഡിങ്ങുകളൊക്കെ വലിയ രീതിയിൽ മാറ്റം വന്നു. ഈ കളിസ്ഥലങ്ങൾ നോക്കിക്കോളൂ. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ടർഫുകൾ വന്നില്ലേ, എല്ലാ സ്ഥലങ്ങളിലും ജിമ്മുകൾ വന്നില്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നേരിട്ട് കാണുന്ന മാറ്റം ഇത് 10 വർഷം മുൻപ് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ എന്തൊക്കെ മാറ്റമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നത്. അതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ അനുമതി, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഭരിച്ചത് കൊണ്ട് കിട്ടിയ നേട്ടം. അപ്പോൾ ഈ വികസനം ആണ് സർക്കാരിൻ്റെ വിലയിരുത്തലാകുന്നതെങ്കിൽ അത് വലിയ ഗുണം ചെയ്യാൻ പോകുന്നത് CPM-നാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനാണ്. ഇനി അങ്ങോട്ട് നോക്കിക്കോളൂ. ഇനിയിപ്പം നമ്മൾ പറയാം, ഇനി പാർട്ടി പിൻബലമാണെന്ന് നോക്കുക. പാർട്ടി ബലത്തിൽ നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷമാണ് കേരളത്തിലെ ഏറ്റവും അടിത്തറയുള്ള പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 10-30,000 ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ബ്രാഞ്ച് കമ്മിറ്റികൾ, അങ്ങനെയാണ് ജില്ലാ കമ്മിറ്റി തുടങ്ങി താഴേക്കുള്ള ഒരു ശക്തമായ പാർട്ടിയാണ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ രീതിയിലും ഇപ്പോൾ ഒരു വാർഡിൽ ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ ഒരു വാർഡിൽ 2 ലോക്കൽ കമ്മിറ്റികളുണ്ടാവും. ഒരു വാർഡിലാണ് ഞാൻ പറയുന്നത്. അപ്പം അത്രയധികം വലിയ മാറ്റങ്ങൾ വരുത്താൻ പെട്ടെന്ന് കഴിയുക എന്ന് പറയുന്നത് CPM-നെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം പല ബൂത്തുകളിലും പല വാർഡിലും ചെന്ന് നോക്കിയാൽ അവിടെ ബൂത്ത് കമ്മിറ്റികൾ തന്നെ ഇല്ല. ആ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടം കാണും. ഇപ്പം ഞാൻ LDF-ൻ്റെ ഭാഗത്ത് അങ്ങനെ നോക്കിയാൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിനെ കണ്ടെത്താൻ വേണ്ടി ഒരു നെട്ടോട്ടം ഇല്ല. കാരണം സീറ്റിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് കിട്ടിയില്ല, CPI കിട്ടിയില്ല, CPM കിട്ടിയില്ല, RJD കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തർക്കങ്ങളുണ്ടാവാം. അത് ചിലപ്പം മലപ്പുറം ജില്ലയിൽ UDF-ന് അങ്ങനത്തെ വലിയ പ്രശ്നം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മലപ്പുറം ജില്ലയിൽ ലീഗ് കുറച്ചും കൂടെ ശക്തമായതുകൊണ്ട് ലീഗിൻ്റേതായ കുറേ കാര്യങ്ങൾ. എറണാകുളം ജില്ലയിൽ ചിലപ്പോൾ കോൺഗ്രസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരും. മലയോര മേഖലയിൽ ഇപ്പോൾ വയനാട് പോലെയുള്ള സ്ഥലങ്ങൾ, പത്തനംതിട്ട പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു പരിധി വരെ ചിലപ്പോൾ നല്ല പ്രവർത്തിക്കാൻ പറ്റിയെന്ന് വരും. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ കേരള കോൺഗ്രസ് LDF-ൻ്റെ ഭാഗമായതോടുകൂടി റോഷി അഗസ്റ്റിനെ ഞാൻ ഈ വലിയ രീതിയിൽ ഇപ്പോൾ നോക്കുന്ന ഈ ഗ്രാസ് റൂട്ടിൽ നോക്കുന്ന സമയത്ത് ഈ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വലിയ മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തേക്ക് വലിയ രീതിയിൽ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് M-ലേക്ക് വലിയ രീതിയിൽ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അവിടുത്തെ കോൺഗ്രസിനേക്കാളും അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ ജോസഫിനേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ M-ലേക്ക് വന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ പറയുന്നത് എന്താ, അവിടെ ഈ ജോസ് കെ മാണിക്ക് അങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയില്ല പല സ്ഥലങ്ങളും എന്നാണ് പറഞ്ഞത്. അർഹിച്ച പ്രാതിനിധ്യം ജോസ് കെ മാണിക്ക് പാർട്ടിക്കും കൊടുക്കും. അല്ല, ഞാൻ പറയുന്നത് പിടിച്ചെടുക്കാൻ കഴിയില്ല. കാരണം അത് ഒരു കോൺഗ്രസ് മനസ്സുള്ളവരാണ് കേരള കോൺഗ്രസ്സുകാരെന്ന് എപ്പോഴും പറയുമല്ലോ. അവർക്കൊന്നും ഈ കേരള കോൺഗ്രസ് M-ൻ്റെ കൂടെ LDF-ൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. മലയോര മേഖലകളിൽ ഇപ്പോൾ ഇടുക്കിയിലൊക്കെ വലിയ മാറ്റം കേരള കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ പാലാ മേഖലയിൽ എത്ര ആൾക്കാരാണ് ജോസ് കെ മാണിൻ്റെ കൂടെ വരുന്നത്.
വലിയ രീതിയിലൊരു മാറ്റം അവിടെ സംഭവിക്കുന്നത്. അപ്പം കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിന് കോൺഗ്രസിന് അനുകൂലമായൊരു നിലപാട് ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടി കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം വലിയ രീതിയിലുള്ള അടിസ്ഥാന വികസനം അടിസ്ഥാന ലെവലിൽ പാർട്ടിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇതുപോലെയുള്ള പ്രവർത്തനം ഇപ്പോൾ തിരുവനന്തപുരത്ത് BJPക്ക് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസിഡന്റ് സ്ഥാനം വി മുരളീധരനെ വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ കെ സുരേന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ എത്ര രീതിയിൽ ഇറങ്ങിത്തരാം, ഏത് ജനങ്ങൾ നേതാക്കന്മാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നുണ്ട്. ബൂത്തിൽ പല ആൾക്കാർക്കും അറിയില്ല. കാരണം ഈ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശ്രീധരൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരു ബൂത്തിൽ ചെന്നിട്ട് ആ നേതാവിൻ്റെ പേരെടുത്ത് വിളിക്കാനുള്ള അറിവുണ്ടായിരുന്നു. ആ ഒരു സംവിധാനം ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് BJP സംവിധാനത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പല ബൂത്തുകളിലും അങ്ങനെയാണ് നടക്കുന്നത്. ജില്ലാ നേതാക്കന്മാർക്ക് അറിയില്ല എന്നുള്ളതല്ല. പ്രസിഡന്റ് നേരിട്ടല്ല, ഇപ്പോൾ അത് മറ്റൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് മാറ്റി ഓരോ സ്ഥലത്തും ഇത് കോർപ്പറേറ്റ് കമ്പനി അല്ലല്ലോ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് പാർട്ടിയാണ്, നാഷണൽ പാർട്ടിയാണ്. അതിനനുസരിച്ചുള്ള മാറ്റം വരും. അല്ല, അതാണ് നോക്കാം നമുക്ക്. അപ്പം ഇത് എന്താണ്, ഇപ്പം കയ്യിലുള്ള പഞ്ചായത്ത് നിലനിർത്തണമല്ലോ, കയ്യിലുള്ള മുനിസിപ്പാലിറ്റി നിലനിർത്തണമല്ലോ. ഇപ്പോൾ പാലക്കാട് നിലനിർത്തണം, പന്തളം നിലനിർത്തണം, തിരുവനന്തപുരം ഇപ്പം കിട്ടിയതിനേക്കാളും കൂടുതൽ കിട്ടണം. അപ്പം ഇവിടെയൊക്കെ മാറ്റം വരുന്നെങ്കിൽ എന്താണ് ചെറിയ മാറ്റം. ഇപ്പം നേരത്തെ കപ്പിന് ചൂണ്ടി തിരുവനന്തപുരം കപ്പിനും ചൂണ്ടിൻ്റെ ഇടയിലല്ല കേട്ടോ. കപ്പിന് ഇനി വലിയ മാറ്റം 30-35 സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയാൽ മാത്രമാണ് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. കോൺഗ്രസ് സ്ട്രോങ്, തിരുവനന്തപുരത്തൊക്കെ കോൺഗ്രസ് സ്ട്രോങ് ആവുന്നതോടുകൂടി എന്ത് സംഭവിക്കുക, കോൺഗ്രസ് സംബന്ധിച്ച് CPM അവിടെ തന്നെ ഉണ്ടാവും, ഇടതുപക്ഷം അവിടെ തന്നെ ഉണ്ടാവും. വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. വരാൻ പോകുന്നത് എന്താ, BJPയിൽ നിന്ന് ഇങ്ങോട്ടാണ് വോട്ട് ചോർച്ച ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് സ്ട്രോങ് ആകും തോറും. കോൺഗ്രസ് സ്ട്രോങ് ആകുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി തൃശ്ശൂർ MT രമേശിൻ്റെ നേതൃത്വത്തിൽ ചില നല്ല വർക്കാണ് നടക്കുന്നത്. ചെറിയ വർക്കായിട്ട് കാണാൻ കഴിയില്ല. നല്ല രീതിയിൽ അവിടെ മാറ്റം ചിലപ്പോൾ വന്നുകൂടായില്ല. അവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ പാലക്കാട് എന്ന് പറയുന്നത് ഈ ആൾക്കാർക്കൊക്കെ സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് ചെയർപേഴ്സന് പോലും സീറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ സീറ്റ് കൊടുത്തില്ല ഏത് രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ള. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ പിന്നെ ചെയർപേഴ്സൻ്റെ കൂടെ ഒരു ഫോട്ടോയൊക്കെ ഒരു ജാഥയൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ പ്രതിഫലിക്കും. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടു തന്നെയായിരിക്കും ചിലപ്പോൾ ഇവരൊക്കെ നീങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതാണ്, ഇനി സംഭവ ബഹുലായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ സംഭവ ബഹുലെന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു MLA മാറിയാലോ അല്ലെങ്കിൽ MP-യുടെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നമ്മൾ വലിയ ചർച്ച ചെയ്യും. പഞ്ചായത്ത് ലെവലിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പല പഞ്ചായത്തുകളിലും പല പിന്നെ മുനിസിപ്പാലിറ്റികളും വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുള്ളതാണ്. അപ്പം ഈ കേരളത്തിലുള്ള മുനിസിപ്പാലിറ്റികൾ ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ഏത് കണ്ണൂർ കോർപ്പറേഷൻ മാത്രമേ കോൺഗ്രസിൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയുള്ള കോൺഗ്രസ് പിടിച്ചെടുക്കണം. ആ പിടിച്ചെടുക്കാൻ മാത്രമല്ല, ഇപ്പോൾ കോഴിക്കോട് നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എറണാകുളത്ത് നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ, ഭരണം പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ, അത്ര രീതിയിലുള്ള മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മാറ്റം വരുത്താൻ കഴിയണമെങ്കിൽ എന്ത് സംഭവിക്കണം, ഒരു വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം വരണം. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമല്ലെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെടുത്ത് ചർച്ച ചെയ്തേനെ? ഇതിപ്പോൾ കൊണ്ട് ലോട്ടറി കിട്ടിയ പോലെ സാധനം കിട്ടിയാണ്. ഒരു പ്രധാന കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു അഴിമതി ആരോപണം പോലും ഈ സമയം വരെ ശക്തമായിട്ട് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മറച്ചു വെച്ചതാണ് ഇപ്പോൾ പൊങ്ങി വെച്ചത്. 2019 2020 ലോക്കൽ ബോഡിയിൽ നിങ്ങൾ ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം നടത്തുന്ന പറഞ്ഞ് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പന്തംകൊളുത്തി പഠനം നടത്തിയ പാർട്ടികളാണ് ഇവരെല്ലാം. മനസ്സിലായില്ലേ? എന്നിട്ട് അന്ന് തോറ്റിട്ടില്ല. അന്ന് 555 സീറ്റോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ പിന്നെ ലോക്കൽ ബോഡിയിൽ കിട്ടിയത് ഇടതുപക്ഷ സർക്കാരിനാണ്, ഇടതുപക്ഷ ബോഡികളാണ് ഭരിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പം അതിനേക്കാളും ഇപ്പോൾ നോക്കിക്കേ, 2025 ആകുമ്പോൾ 2025 അത്രയും ബഹളം ഇല്ലയെന്ന് ഞാൻ പറയുന്നത്. അത്രയും ബഹളം നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്. അന്നത്തെ 2020 അത്രയും 19 ഉണ്ടായിരുന്ന അത്രയും പ്രശ്നം ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അതൊന്നും കണ്ടിട്ട് അതാണ് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അത് കത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആ രീതിയിൽ കത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അത്രയധികം കത്തിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതൊരു വലിയ രീതിയിൽ വാർത്തയാവുന്നേ ഇല്ല. ചില ആൾക്കാരും ചില ചാനലുകൾ മാത്രം അതെടുത്തിട്ട് ചർച്ച ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ഗ്രാസ് റൂട്ടിലേക്ക് ഇത് ഇറങ്ങുന്നുണ്ടോ? ഗ്രാസ് റൂട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ 2010 സ്ത്രീ പിന്നെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ അത്രയും ഗുണം അന്ന് 2020 തന്നെ പ്രതിഫലിക്കണ്ടായിരുന്നോ? അന്ന് പ്രതിഫലിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ 2025 പ്രതിഫലിക്കാൻ പോകുന്നത് അതും കാരണം ഇപ്പം കിട്ടുന്ന 2020 അകത്ത് ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല കേട്ടോ. ഈ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഈ വന്യജീവി പ്രശ്നം തീർത്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ തീർത്ത് ഇപ്പോഴാണ്. അന്നത്തേക്കാളും നല്ല റോഡാണ്, 2020 നല്ല റോഡാണ്, നല്ല പാലങ്ങളാണ്, ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. 5 ലക്ഷം ലൈഫ് മിഷന് വീട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്തത് ഇപ്പോഴാണ്. ഇതൊക്കെ ജനങ്ങൾ ഈ കിട്ടിയവരൊക്കെ കിട്ടിയില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ പൊതുബോധം സൃഷ്ടിക്കുന്ന പോലെയല്ലല്ലോ. അവർക്കത് റിയാക്ട് ചെയ്യും, അവർക്കത് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. അപ്പം അന്ന് വേറൊരു കാര്യം പറയുന്നത് എന്താ അറിയോ, പിന്നെ കിറ്റ് കൊടുത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാ. കിറ്റ് കൊടുത്തതൊന്നും അല്ല
ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കാര്യം 2021-ലും 2020-ലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുപോലല്ല, അതിനേക്കാളും വലിയ ഗുണമാണ് ഈ ഇലക്ഷനിൽ നടക്കാൻ പോകുന്നുള്ള എൻ്റെ അഭിപ്രായം. Meet the editors.